സോ ഹേ ഗൈസ് വെൽക്കം മിഷ് ബൈ യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സാധാരണ ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ നമ്മൾ അടുത്ത SS KD100S നമുക്ക് റീസ്റ്റോറേഷൻ വന്നേക്കാണ്. നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്ത പോലെ തന്നെ വണ്ടിയുടെ ലുക്ക് തന്നെ മാറ്റി മറിക്കുന്ന രീതിയിൽ നൈസായിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ വർക്കാണ്, എന്താണ് ഡീറ്റെയിൽസ് ഉള്ള കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് പറയാം പോയെ. നിങ്ങൾ കഴിഞ്ഞ വണ്ടിയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് താഴെ പിൻ ചെയ്യാം, നിങ്ങളെടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വണ്ടിയുടെ കണ്ടീഷനും അതിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ SS വണ്ടി എന്ന് പറയുന്നത് കേട്ടോ. സംഭവം വണ്ടി അത്യാവശ്യം നല്ല ഡൗൺ കണ്ടീഷനാണ്. ആലപ്പുഴ വണ്ടിയാണ്. ആലപ്പുഴ പറയേണ്ട ആവശ്യമില്ല. റെസ്റ്റ് ഒരു വലിയൊരു പ്രശ്നമാണ്. വണ്ടി നിറച്ച് കുറേ എടുത്ത് തുരുമ്പും പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. മറ്റേ വണ്ടി നമുക്ക് കിട്ടിയ പോലെ തന്നെ നല്ല രീതിക്കുള്ള ഡൗൺ കണ്ടീഷനിലാണ് വണ്ടി ഇരിക്കുന്നത്. വണ്ടി ഓടിയാണ് എന്നാലും കുറേ പ്രശ്നങ്ങൾ ആയിരുന്നല്ലോ. ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ ഇളക്കവും കാര്യങ്ങളും മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലത്തെ റിമ്മിൻ്റെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം. പൊട്ടിയിട്ട് ട്യൂബ് പുറത്ത് വരുന്ന അവസ്ഥ ചെയ്തിട്ടുണ്ടല്ലോ. ഫുൾ ട്യൂബ് പുറത്ത് വന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് വണ്ടി വന്ന് നമ്മുടെ അടുത്ത് കയറിയേക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഫുള്ള് റീസ്റ്റോർ ചെയ്ത് നമ്മൾ ബാക്കിലൊരു യമഹയുടെ സെറ്റപ്പ്, ഫ്രണ്ടിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെറ്റപ്പാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഫർദറായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വണ്ടി എന്നാലും ഫസ്റ്റ് പാർട്ടിനുള്ള രീതിക്ക് ഡിസ്മാൻഡിൽ ചെയ്യാം. മാക്സിമം നമുക്ക് ഫാസ്റ്ററായിട്ട് നമുക്ക് ഈ സീരീസ് കൊണ്ടുപോകാൻ നോക്കാം. അപ്പം ഡിസ്മാൻഡിൽ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് കാണാം. മെമ്മറിയായിട്ട് ഇതിൻ്റെ ബാറ്ററി ബോക്സ് കാര്യങ്ങളൊക്കെ പൊട്ടി ഇരിക്കുകയാണ്. എൻ്റെ അകത്ത് പക്ഷേ തുരുമ്പായിട്ട് ഞാൻ നിലവിലൊന്നും കാണുന്നില്ല. ഏതായാലും ബാക്കി അഴിച്ചു വരുമ്പോൾ കാണാം. മറ്റേ വണ്ടി ഇതുപോലെ തുടങ്ങിയത്, പക്ഷേ അഴിച്ചു വന്നപ്പോൾ മൊത്തം തുരുമ്പായിരുന്നു. നമുക്ക് ബാക്കിയുള്ള ഊരിയിട്ട് കാണാം. അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. ഊരി ശീലിക്കണം മോനെ. വണ്ടി ഇപ്പോൾ അഴിച്ചത് ഇത്രയും ഒരു കണ്ടീഷനിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയുടെ ബോഡി പാർട്സ് എല്ലാം ഇറങ്ങി. ടാങ്ക് സൈഡ് ഓവർ ഓൾറെഡി തുരുമ്പുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലോ. ബോഡിയോട്ട് വരുമ്പോഴത്തേക്കും അത്യാവശ്യം തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതൊക്കെ ഇനിയും ഫുള്ളൊന്ന് അഴിച്ചിറക്കി ഒന്ന് വാഷ് ചെയ്ത് വരുമ്പോൾ ഇതിനകത്ത് എയർ എന്തൊക്കെ ഉണ്ട് എന്നാന്നുള്ളതൊക്കെ ഒന്ന് അറിയത്തുള്ളൂ. അപ്പോൾ നിലവിൽ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇത്രയാണ് കണ്ടീഷൻ. ഇനി ഫ്രണ്ടും ബാക്കും വീൽ അഴിച്ചിറക്കി എഞ്ചിൻ താത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി അറിയാം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. കാണിച്ചോ, ഇതിനകത്തിന് തുരുമ്പിക്കാനൊന്നും ഇല്ലല്ലോ. അതിന് മൾഗാർഡിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അതിനകത്തിന് തുരുമ്പിച്ച് പോകാനായിട്ടൊന്നും ഇല്ല. ഇത് ഹോണിൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഫുൾ തുരുമ്പായി നാശമായാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തൊന്നും അല്ല ഇങ്ങോട്ട് വരുന്നത്. ഈ സ്റ്റമ്പും അത്യാവശ്യം ചത്ത കണ്ടീഷനാണ്. നമുക്കെല്ലാം അഴിച്ചിട്ട് എന്നാ കണ്ടീഷനുള്ള ചെക്ക് ചെയ്യാം. നമ്മൾ ഇതുവരെ മൊത്തം അഴിച്ചു കഴിഞ്ഞു കേട്ടോ. സംഭവം ഇതുവരെ നോക്കിയാൽ ഞാൻ പറഞ്ഞില്ല, ബോഡിക്ക് വലിയ കുഴപ്പം. പക്ഷേ സ്റ്റമ്പിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടല്ലോ, ഫുള്ള് ചത്ത അവസ്ഥയാണ്. ഇതിൻ്റെ അടിയിലും പക്ഷേ ചെറിയ ചെറിയ പല്ലുകൾക്കുണ്ട്, ചീസിന് ചെറിയ കിഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യമാണ്. എഞ്ചിൻ അടിക്കാൻ അറിയുമ്പോൾ ഇതിന് സമയം വേറെ കാര്യമുണ്ട്. സെക്കൻഡറി ചേസാണ് വരുന്നത്, ഇവിടുന്ന് വേറൊരു ചേസാണ് വരുന്നത്. സോ അതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കേസുള്ളൂ, സെക്കൻഡ് ഒപ്പിച്ച്. പിന്നെ എഞ്ചിൻ്റെ അവിടെ നോക്കുമ്പോൾ അറിയത്തുള്ളൂ എന്താ പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്കത് നോക്കേണ്ടി വരും. സോ അതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പം ബാക്കിലത്തെ വീല് ഫുൾ അഴിച്ചിറക്കണം, സിങ്ങാൻ ഇറക്കണം, മൊത്തം ഒന്ന് ഫുള്ളി ഒന്ന് ടീർ ഡൗൺ ചെയ്ത് എല്ലാം പല പീസാക്കിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ മൊത്തം അഴിച്ച് അതിൽ കാണാം. നമ്മൾ ചേസ് മാത്രമാക്കിയിട്ടുണ്ട്. സംഭവം അത്യാവശ്യം ചെറിയൊരു ഡാമേജുകളൊക്കെ ഉണ്ട്. സൈഡ് സ്റ്റാൻഡിൻ്റെ സെൻറ്റർ സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലെല്ലാം ഫുള്ള് പോയേക്കും. അപ്പോൾ അതിനാലും റീപ്ലേസ് ചെയ്യണം. പിന്നെ സിങ്ങാമും അത്യാവശ്യം ഒടിയാറായ കണ്ടീഷനാണ്. ഈ ചേസിനെയാളും സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തുരുമ്പും വരെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പണിയുണ്ട്, ഇല്ലെന്നല്ല, പാച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വയറിംഗ് കിറ്റ് അതൊന്ന് റിമൂവ് ചെയ്യണം. പിന്നെ നട്ടൊന്നും അഴിഞ്ഞു വരുന്നില്ല. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെല്ലാം ഒന്ന് ഊരണം. ഞാൻ പറഞ്ഞില്ല, സ്പ്ലെൻഡറിൻ്റെ ചേസിനെ അപേക്ഷിച്ച് ഇത് വളരെ ഡിഫറൻ്റ് ആണ്. ഈ ചേസ് അതിനായിട്ടൊരു ബന്ധമില്ലാത്ത ടൈപ്പാണ്. ഇത് കണ്ടല്ലോ, ഇതിന് അടിയൊക്കെ കണ്ടില്ലേ, മൊത്തം ചത്താണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു എഞ്ചിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും എഞ്ചിൻ അവൻ പണിതെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതിനകത്ത് പണിതിൻ്റെതായിട്ട് ഒരു ഇതും കാണുന്നില്ല, മൊത്തം പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കും. സെക്കൻഡറി ചേസ് പിന്നെയും കുഴപ്പമില്ല. പിന്നെ ഇതിനകത്തുള്ള പാർട്സിലും മിക്ക പാർട്സും നമ്മൾ റീപ്ലേസിങ് ആണ്, പഴയ പാർട്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് അപ്ഡേറ്റ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നടക്കാതെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.